സംസ്ഥാനത്ത് നടക്കുന്നത് പച്ചയായ അധികാര ദുർവിനിയോഗമെന്ന് പി.വി. അൻവർ എം.എൽ.എ. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് തീരുമാനം. നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് ഇക്കാര്യം തീരുമാനിക്കും. തനിക്കെതിരെ മുഖ്യമന്ത്രി ഉന്നയിച്ച ആരോപണങ്ങളിലും അന്വേഷണം നടക്കട്ടെയെന്ന് പി.വി. അൻവർ മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടിൽ പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ADGP M.R. അജിത് കുമാറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നില്ലെന്നും ADGP തൊട്ടാൽ പൊള്ളുന്ന അവസ്ഥയാണുള്ളതെന്നും അൻവർ പറഞ്ഞു. ADGP തൊട്ടാൽ ആർക്കൊക്കെ പൊള്ളുമെന്നത് കേരളം ചർച്ച ചെയ്യട്ടെ എന്നും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ചെയ്യേണ്ട കാര്യങ്ങൾ താൻ ചെയ്യുകയാണെന്നും അൻവർ പറഞ്ഞു. തനിക്കെതിരെ പ്രതിഷേധമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതാണെന്നും അൻവർ കൂട്ടിച്ചേർത്തു. അതിലൂടെ തന്നെ ഭയപ്പെടുത്താനാണ് പാർട്ടി നോക്കിയത്. തന്നെ കൈകാര്യം ചെയ്യണമെന്ന് പാർട്ടി സെക്രട്ടറി ആഹ്വാനം ചെയ്തു. തങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്നറിഞ്ഞാണ് പാർട്ടി പ്രവർത്തകർ തനിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ ലൈക്ക് കണ്ട് ജീവിക്കുന്നവനല്ല താനെന്നും ബ്ലോക്ക് ക്യാമ്പയിനിൽ പേടിയില്ലെന്നും അൻവർ പറഞ്ഞു. പൊതുസമ്മേളനത്തിന് വന്നിട്ടില്ലെങ്കിലും പാർട്ടി പ്രവർത്തകർ താൻ പറയുന്നത് കേൾക്കുമെന്നും അൻവർ പറഞ്ഞു. അവരെയൊക്കെ കണ്ണുരുട്ടി ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഒറ്റയ്ക്ക് ഒരു ജീപ്പിന് മുകളിൽ കയറി നിന്ന് താൻ പ്രസംഗിക്കും. ബാരിക്കേഡില്ലാത്ത ഒരുപാട് ആളുകൾ തന്റെ പരിപാടിയിലേക്ക് വരും. നാളെ നിലമ്പൂരിൽ മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസിനെ കുറിച്ച് ആളുകളോട് വിശദമായി സംസാരിക്കുന്നുണ്ട്. രാഷ്ട്രീയ നെക്സിന്റെ ഭാഗമാണ് EN മോഹൻദാസൻ എന്ന് അൻവർ ആരോപിച്ചു. നിലമ്പൂരിലെ എല്ലാ വികസനങ്ങളും മുടങ്ങാൻ കാരണം ജില്ലാ സെക്രട്ടറിയാണ്. താൻ നിയമസഭയിലേക്ക് പോകരുതെന്ന് ആഗ്രഹിച്ച ആളാണ് അദ്ദേഹം. മുഖ്യമന്ത്രി ഉൾപ്പെടെ ആരും വന്ന് തന്റെ പ്രചാരണത്തിന് എത്തിയിരുന്നില്ല. അൻവറിനെ ചവിട്ടിത്തേക്കാൻ ജില്ലാ സെക്രട്ടറി ആയില്ലെന്നും അൻവർ പറഞ്ഞു. മോഹൻദാസ് പക്ക RSS കാരനാണെന്നും അൻവർ ആരോപിച്ചു. താൻ നിസ്കരിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. മുസ്ലിം വിരോധിയാണ് EN മോഹൻദാസ്. മതന്യൂനപക്ഷങ്ങൾക്ക് ഫണ്ട് കൊടുക്കലല്ല സർക്കാർ നിലപാടെന്ന് മോഹൻദാസ് പറഞ്ഞതാണ്. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളോടും മോഹൻദാസിന് എതിർപ്പാണ്. ഇതുവരെ ഒരു സഹായവും സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകിയില്ല. മുൻ SP സുജിത് ദാസിന്റെ പ്രിയപ്പെട്ടവനാണ് മോഹൻദാസ് എന്നും മലപ്പുറത്തെ ക്രിമിനൽ ജില്ലയാക്കാൻ സുജിത് ദാസ് ശ്രമിച്ചപ്പോൾ മോഹൻദാസ് അതിന് കൂട്ടുനിന്നുവെന്നും അൻവർ കുറ്റപ്പെടുത്തി.